ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് ബസുമതി റൈസാണ് എടുത്തത്. ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരമണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസും കോളിഫ്ലവറും ക്യാരറ്റുമാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുക്കുന്നുണ്ട്, വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ കുക്ക് ചെയ്തെടുത്ത സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇനി പുലാവ് റെഡിയാക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഏലക്ക, 2 ഗ്രാമ്പു, ചെറിയൊരു പീസ് പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അധികമാവാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനൊരു സവാളയുടെ പകുതിയാണ് എടുത്തത്. ഇത് നൈസായി കട്ട് ചെയ്തതാണ്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ സവാളയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെജിറ്റബിൾസൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം. പിന്നെ ഇതിലേക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. അരി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ അരിയൊക്കെ കുക്കായി വരുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നല്ലപോലെ തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ഈ അരി അരമണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഒരു പൊടിക്ക് മുന്നിട്ട് നിൽക്കണം, എന്നാലേ ഇത് കുക്കായി വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആവുകയുള്ളൂ. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇതിന് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലാണ് വേണ്ടത്. ഒരു വിസിൽ വന്ന ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ കുക്കർ ഈ അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം. പിന്നെ ഇതിലെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രം തുറന്നു നോക്കാം. അതിൻ്റെ ഇടയ്ക്കൊന്നും തുറന്നു നോക്കരുത്. നമ്മുടെ പുലാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറൊന്നും പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ലപോലെ കുക്കായിട്ടുമുണ്ട്. നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.